ഹായ് ആശാൻസ്, നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് 21 വർഷം പഴക്കമുള്ള ഒരു റീസ്റ്റോർഡ് സെന്നിനെയാണ്. അപ്പോൾ ആ വിശേഷണമൊക്കെ അടക്കാം. ഓക്കെ, It's lit. Just take a look at the drip. You boys don't get fired in this. Roll a dope, yeah, I'm high as a bitch. Wait, it's lit. Get that little bitch a little tip. Now she wanna suck on the dick. She wanna catch all of the drip, drip, drip. Pull up and I'm loading the clip. New bitch here stay on my. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ആശാൻ റിജോബായി നമുക്ക് വിളിക്കാം. അപ്പോൾ റിജോബായി, നിങ്ങളുടെ ഈ വണ്ടി കിട്ടുമ്പോൾ എന്തായിരുന്നു വണ്ടിയുടെ കണ്ടീഷൻ? ഇത് ഞാൻ മേടിച്ചിട്ട് 5 വർഷത്തോളമായി. ഇപ്പോൾ 5 വർഷം മുമ്പ് ഇത് കിട്ടുമ്പോൾ ഫുൾ പാച്ചും ഫുൾ തുരുമ്പായിരുന്നൊരു വണ്ടിയായിരുന്നു. അതിനുശേഷമാണ് ഒരു ആഗ്രഹം തോന്നിയത് ഇതിനൊന്ന് റീസ്റ്റോർ ചെയ്ത് എങ്ങനെ ഇരിക്കും. 21 വർഷം പഴക്കമുണ്ട്, അപ്പോൾ റീസ്റ്റോർ ചെയ്താൽ നന്നാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത് പണിയാൻ തന്നെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് പോകാം, അതിനുശേഷം ഇൻറ്റീരിയറിലേക്ക് പോകാം. എക്സ്റ്റീരിയറിൽ നിങ്ങൾ ഈ കണ്ടതുപോലെ ഇതിൻ്റെ കളറ്, ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇതൊരു ഓഡി മാറ്റ് കളറാണ്. ഒരു ഓഡി മാറ്റ് റെഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ കാണാത്തൊരു റെഡ് മാറ്റാണ്. നോർമലി നമ്മൾ ബ്ലാക്ക് മാറ്റാണ് കാണാറ്, റെഡ് മാറ്റാണ് ഈ കളറ് മൊത്തം വരുന്നത്. അതിനുശേഷം ഇതിൽ വീലുകളൊക്കെ നമ്മൾ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. 175 എന്ന പ്രൊഫൈലിലാണ് വീലുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്പ് വീലാണ്, അത് നമ്മൾ കസ്റ്റം മെയ്ഡ് ചെയ്തതാണ് ഇതിൻ്റെ വീലുകൾ കംപ്ലീറ്റ്. അതുപോലെ തന്നെ മഫ്ലർ, ഇതിൻ്റെ മഫ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് ടൈപ്പ് കസ്റ്റം ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനാണ് അത് പണിതിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മളിതിലൊരു ഡീസൽ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൗണ്ടിന് വളരെ പ്രാധാന്യം വേണമെന്നുള്ള നിലയ്ക്കാണ് നമ്മളത് ഓൾട്ടർ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പല പ്രാവശ്യം ചെയ്തിട്ട് നമ്മളതിൻ്റെ മഫ്ലർ പല പ്രാവശ്യം പണിതിട്ടതിന് ശേഷമാണ് നമുക്ക് ആ ഒരു എന്താ പറയുക, ആ സൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധിച്ചു. ഇനി ഇതിൻ്റെ ഗ്രാഫിക്സ്, ഇതിനൊരു പ്രത്യേകത ഗ്രാഫിക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോർണർ മിറർ, അതിൽ നമ്മൾ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിൽ, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു പാട്ടാണ്. ഇതിന് സ്കേർട്ടിങ് സ്റ്റീൽ പൈപ്പ്സ് ഉപയോഗിച്ചിട്ടാണ് സ്കേർട്ടിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കേർട്ടിങ്ങിന് നമ്മൾ നോർമലി സ്റ്റീൽ പൈപ്പ് കൊടുക്കാറില്ല, പക്ഷേ ഇത് കുറച്ചുകൂടി രസമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്കേർട്ടിങ്ങിന് സ്റ്റീൽ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ബോണറ്റിൻ്റെ മുകളിൽ ഇതുപോലത്തെ 2 സംഭവമുണ്ട് ഓൾറെഡി. അതിനുശേഷം ലൈറ്റുകളൊക്കെ ഒന്ന് മാറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ മാറ്റ് ഫിനിഷിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HID ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലാണെങ്കിൽ ഫോഗ് ലാംപ്സൊക്കെ LED ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ലൈറ്റ്സും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ റിജോബായി, നമുക്ക് ഇതിലെ ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്? ഇതിലിപ്പോൾ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റുകളാണ്. ഇതിൻ്റെ സീറ്റുകൾ ഒരു ക്രീമി ബീജ് എന്നൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രീമിയം ക്ലാസ് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളിൽ ഏകദേശം അതേപോലത്തെ ഒരു ബക്കറ്റ് സീറ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കസ്റ്റം മെയ്ഡ് ആണ് കേട്ടോ. ഈ സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടറിയാം, സെൻ്റെ സീറ്റൊന്നും നല്ല ഷേപ്പുള്ള സീറ്റൊന്നുമല്ല. അപ്പോൾ നമ്മൾ അതിനെ ഒരു ഷേപ്പിലൊക്കെ ആക്കിയെടുത്തു. അതുപോലെ തന്നെ ബാക്ക് സീറ്റും ഓൾമോസ്റ്റ് നല്ല ലുക്കിലാണ് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ളത്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം ആൽപ്പൈൻ്റെ സെറ്റാണ് ഉള്ളത്. എൻ്റെ സബും ആമ്പും ഒക്കെ JBLൻ്റെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സെൻട്രൽ കൺസോളിൽ നമ്മളൊരു റിവേഴ്സ് ക്യാമിന് വേണ്ടിയിട്ടൊരു സ്ക്രീൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എലിഗൻ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇത് നീതി പുലർത്തിയിട്ടുണ്ട് നന്നായിട്ട്. നമ്മുടെ കുറച്ച് ആവശ്യങ്ങളൊക്കെ നമ്മളിതിന് നിറവേറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യനെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കൂ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട്. അപ്പോൾ നമുക്ക് ആ ഫീൽ ചെയ്യുന്നില്ലേ സൗണ്ട്? ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൗണ്ടിൻ്റെ ഒരു ഫീൽ ചെയ്യും. നമുക്ക് ഒരു ത്രില്ലാണ് വണ്ടി ഓടിക്കാൻ. ഒരിക്കലും ഒരു ഡീസൽ എഞ്ചിൻ വണ്ടിയുടെ ഒരു എന്താ പറയുക, ഒരു ലാഗോ അങ്ങനെ നമുക്ക് ഫീൽ ആവണില്ല. ഇതിൻ്റെ സീറ്റ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് മാത്രം നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ടുള്ളൂ. ബാക്കി സീറ്റ് ഒന്നും ഹൈറ്റ് കൂട്ടിയിട്ടില്ല. ഡ്രൈവിംഗ് സീറ്റ് കുറച്ചുകൂടി കംഫർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത്. കാരണം നോർമലി എല്ലാ സെറ്റിന്റെയും ഒരു പ്രോബ്ലം വരുന്ന ഡ്രോബാക്ക് ഉള്ളത് അതിന്റെ സീറ്റാണ്. വളരെയധികം താഴ്ന്നുള്ള സീറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ കുറച്ചുകൂടി
ഹൈറ്റ് കൂട്ടി കംഫർട്ട് ലെവലിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതിൽ റീസ്റ്റോർഡ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എഞ്ചിൻ വൈസ് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയത്? എഞ്ചിനിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഹെഡ് ഗാസ്കറ്റ് മാറിയിട്ടുണ്ട്, ഇതിൻ്റെ നോസിലും പമ്പും നമ്മൾ പണിതു, പിന്നെ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് മാറിയിട്ടുണ്ട്. ഇതാണ് ഇതിൽ സ്ഥായിയായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് വേറെ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ സെന്നിൻ്റെ ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 1527 cc ആണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. ഇതിന് സെന്നിന് വേണ്ടി മാത്രം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള എഞ്ചിനാണ്. വേറൊരു വണ്ടിയിൽ ഈ എഞ്ചിൻ വെച്ചിട്ടില്ല. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ സർവീസും ഓൾറെഡി ഡൺ ആണ്. കംപ്ലീറ്റ് പേർപ്പസും കറക്റ്റാണ് നമുക്ക്. അപ്പോൾ ആശാന, നമുക്ക് ഈ വണ്ടി ഈ കണ്ടീഷനിലാവാനായിട്ട് എന്ത് ചിലവ് വന്നുണ്ട്? നമുക്ക് ഇതിൽ ചിലവ് നമ്മൾ കണക്കൂട്ടുമ്പോഴേ ഇപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും ഒരു സെന്നിന് ഇത്രയധികം പൈസ വരുമോ റീസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ചോദിക്കും. പക്ഷേ ഈ മോഡിഫിക്കേഷനായിട്ടുപരി ഇതൊരു റീസ്റ്റോറേഷൻ പ്രോസസ്സായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ റീസ്റ്റോർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാ പാർട്സും നമ്മൾ ഇതിൻ്റെ അഴിക്കും. അഴിച്ചിട്ട് ഓവറോൾ ചെയ്യാൻ പറ്റുന്നത് ഓവറോൾ ചെയ്യുക, ഇല്ലാതെ മാറ്റുക. അതാണ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബാക്കിയാണ് മോഡിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ എല്ലാ സസ്പെൻഷൻ പാർട്സും ബ്രേക്ക് പാർട്സും ബെയറിങ്സും ഷോക്ക് അബ്സോർബറുകളും എല്ലാം നമ്മൾ മാറും. എല്ലാം MGP ഒറിജിനൽ സ്പെയറാണ് നമ്മൾ ഇതിലിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പെയിൻറ്റിങ്, ടയറുകൾ, ഡിസ്ക്, മഫ്ലർ, ലൈറ്റുകൾ എല്ലാം കൂടി നമുക്ക് അറൗണ്ട് ഒരു 1 lakh ചിലവ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ ഇത്രയും പൈസ വരുമോ എന്നുള്ളതാണ്. അതെ അതെ അതെ. അപ്പോൾ മോഡിഫിക്കേഷനായിട്ട് ഉപരി ഇതൊരു റീസ്റ്റോറിങ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ എല്ലാ സാധനങ്ങളും മാറിയിട്ടുണ്ട്. ഓക്കെ, എഞ്ചിൻസിലടക്കം എല്ലാം എഞ്ചിൻ നമ്മൾ ഓവറോൾ ചെയ്തിട്ടില്ല. നമ്മളതിൻ്റെ ടൈമിംഗ് ബെൽറ്റും അതിൻ്റെ പമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രമാണ് കൂടുതൽ നമ്മൾ പണിതിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ എഞ്ചിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എഞ്ചിൻ്റെ ലൈഫ് അടിപൊളിയാണ്. ഓക്കെ, നല്ല പവർ ഉണ്ട്. ഓടിച്ചപ്പോൾ ലാഗ് ഒന്നുമില്ല. പെട്രോൾ വണ്ടി പോകുന്ന പോലെ തന്നെ നമുക്കൊരു ഫീൽ. നമ്മളത് എവിടെയാണ് വർക്ക് ചെയ്തത്? എവിടെയാണ്? നമ്മുടെ മുതുവറ എന്ന സ്ഥലത്താണ്. എനിക്ക് ചെറിയ തൃശ്ശൂർ മുതുവറ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെയാണ് ചെയ്തത്. ആശാൻ ഉണ്ടായിരുന്നു, ആശാനാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും, കോൺടാക്ട് നമ്പർ അടക്കം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അതെ, ഞാനും സൂര്യനും ഞങ്ങൾ 2 ആശാന്മാരും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. ഹാപ്പി ഓണം.